അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ നമുക്കിതാ മത്തിയും പുതിയാപ്പിളക്കോരയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിളിമീൻ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം സൈസുള്ള കാരണം ഫ്രൈ ചെയ്യാൻ എടുത്തു കേട്ടോ. ഇതിനത് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല മീനാണ് കേട്ടോ. ഈ സൈഡിൽ മാത്രം അതിന് മുള്ളു വരുള്ളൂ. ഇതിൻ്റെ ഒരു പഞ്ഞി പോലത്തെ ദശയുള്ള മീനാണ് കേട്ടോ. പിന്നെ ഇതാ മത്തി ഒരു മീഡിയം സൈസ്. നമുക്ക് വേണമെങ്കിൽ ഇത് മുളകിട്ട് കറി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും. ഇത് മുന്നേ ഇതുപോലെ മത്തി വാങ്ങിച്ച് കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാ മത്തിയും അതേപോലെ ആവണമെന്നില്ല, നമുക്ക് നോക്കാം. അപ്പം ഇത് ഫ്രൈയും ഇത് കറിയും വെക്കാമെന്നാണ് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് സ്പെഷ്യൽ ഇതാണ് കേട്ടോ. ഈ മൊബൈൽ പൗച്ചൊക്കെ മൊബൈൽ പൗച്ചല്ല, ഹാൻഡ് ബാഗോ? ഇനി വള്ളി വെച്ചാ പോരെ, പിന്നെന്തിനാ ഇനി പുറത്തേക്ക് ആക്കണം? അതെന്തിനാ സഞ്ചി പോലെ ഇല്ല? അപ്പൊ അപ്പൊ അതാണ് വെക്കേഷന്റെ പരിപാടികൾ അല്ലേ? അല്ലെങ്കിൽ ഫോണിന്റെ അല്ല പൗച്ചിന്റെ ഉള്ളിൽ കൂടെ ഫോണ് താഴെ വരും. അല്ലെങ്കിൽ വള്ളി വേറെയും വരും, പൗച്ചിന്റെ വള്ളി വേറെയും വരും, ബാഗ് ഇപ്പുറത്തോട്ടും വരും. അങ്ങനെ ഇരിക്കും. എനിക്ക് എപ്പോഴും പൂച്ചിനൊക്കെ ഇങ്ങനെ വള്ളി വെക്കുമ്പോ പാളിസായി പോകും. അപ്പൊ ഞാൻ വീഡിയോ വെക്കുമ്പോ കെട്ടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കും. ഞാൻ എന്ത് ചെയ്യാ, ഇത് വേറെ അറ്റാച്ച്മെന്റ് അല്ലാതെ ആക്കിയിട്ട് ഇവിടെ കെട്ടി വെക്കും. അപ്പൊ അതിന് അപ്പൊ ഞാൻ വീഡിയോയിൽ കണ്ടുപിടി ചെയ്യാൻ നോക്കാം എന്താ അവസ്ഥ. ഫൈനൽ ലുക്ക്. ഖുർആനും കത്തിക്കാനിട്ടോ, നല്ലതാണ്. അപ്പൊ 2ാം ക്ലാസ് ഖുർആൻ എവിടെ? 2ാം ക്ലാസ്സിന്റെ ഇതന്നെ നീ കൊണ്ടുവരുന്ന 3ാം ക്ലാസ്സിന്റെ? അപ്പൊ 1ാം ക്ലാസ്സിന്റെ അതെവിടെ? ഏത്? ഇനിയിപ്പോ ഇത് ഒക്കെ വേണ്ടാത്തല്ലേ? പുതിയ ബുക്കുകളൊന്നും വന്നിട്ടില്ലല്ലോ. ഓക്കെ, മദ്രസയില് ഇപ്പൊ വാങ്ങിച്ച നോട്ടും ടെക്സ്റ്റും അല്ലാതെ ബാക്കി എല്ലാ ബുക്കും ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഇനിയിപ്പോ സ്കൂളത്തെ കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തില് അവിടെ നിറയും. ഒക്കെ ക്ലീൻ ആയോ? കഴിഞ്ഞില്ലേ? എന്നാ പോ, ബാക്കിയൊക്കെ കഴിഞ്ഞില്ലേ? ഖുർആനോട് എടുത്തു നോക്ക്. മിന്നൂസേ, ഇത് താത്താൻ്റെയാണ്. മിന്നൂസ് ഓടി വന്നിക്ക് വാങ്ങാം. അപ്പൊ ഫൈനൽ ലുക്കായോ? എവിടെ നിർത്തിക്കേ? ഇതെന്താ ബാഗിനെക്കാട്ടിയും വീതി കൂടിയ എന്താ പറയാ സ്ട്രാപ്പ്. ഇത്ര ഓക്കെ, കുഴപ്പമില്ല. അത് മതി. പിന്നെ ധാരവിടെ താഴെ ഇട്ടിക്കണ ആപ്പിളെ എടുക്കേ, അടി കിട്ടുപ്പം എൻ്റെ ഇന്ന്. അപ്പോൾ എൻ്റെ കറി വെക്കൽ വളരെ സിമ്പിളാണ് കേട്ടോ. മീൻ കറിയിലോട്ട് ഞാനിടുന്ന ഐറ്റംസാണ് തക്കാളി, അതേപോലെ പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെൻ്റെ അടുത്ത് കുറേ മുമ്പേ ഉള്ള മൺചട്ടിയാണ് കേട്ടോ. ഇത് അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള ഒരു മൺചട്ടിയാണ്. ഒഴിവാക്കാനായിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ. ഇതിന് അടിഭാഗമൊക്കെ ചെറിയൊരു ക്രാക്കൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അത് പോകുന്നിടത്തോളം പോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എണ്ണയിലോട്ട് തക്കാളിയും പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ഫസ്റ്റ് തന്നെ ഉലുവ ആഡ് ചെയ്യുക. അപ്പോൾ ഉലുവ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ടാകും കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ കിളിമീൻ ഇതാ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയാപ്പിളക്കോര, അത് ഫ്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്കിത് ഫ്രൈ ചെയ്താലും കറി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല സുഖമാണ്. പക്ഷെ ഇതിൻ്റെ സൈഡിൽ മാത്രമേ ഒരു മുള്ളു വരുന്നുള്ളൂ കേട്ടോ. അപ്പം നല്ല പഞ്ഞി പോലത്തെ ഇറച്ചിയുള്ള മീനാണ് കേട്ടോ.
അപ്പോൾ അവിടെ അത് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടാണ് മുളക് പൊടി ഞാനിതാ ഒരു 2 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. ഇതിന് കുറച്ച് കളറ് കിട്ടാനായിട്ട് ഞാൻ കാശ്മീരി ചില്ലി കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ ഫൈനലി നമ്മുടെ മല്ലിപ്പൊടി അതൊരു 4 സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ മസാലക്കൂട്ട്. അപ്പോൾ ഒരുപാട് ലൂസല്ല, കുറച്ചിങ്ങനെ തിക്കാക്കിയിട്ട് കറി വെക്കുന്നത്. ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു മീനൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരേക്കുള്ള വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. അതാ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറി വെക്കണതിൻ്റെ ഇടയിൽ ഇതാ ഒരാൾ ബാഗൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നേരെ പിടിച്ചാൽ എന്തൊരു ഓവൽ ഷേപ്പ് പോലെയൊക്കെ ഈ വള്ളിയൊക്കെ വെച്ചപ്പോൾ അല്ലേ. തോളിലിടാൻ പറ്റുമോ? ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ കോർത്ത് പിടിച്ചിടില്ലേ, ഇങ്ങനെ കയ്യിലിങ്ങനെ ഇടൂലേ. ഇത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ലെയറിൽ ഇങ്ങനെ പലതരം കളറാവുമായിരുന്നെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിരുന്നു. ഓക്കെ, സെറ്റ്. സാരല്ല, ഫസ്റ്റ് ടൈം അല്ലേ, ശരിയായിക്കോളും. ഓക്കെ, നന്നായിട്ടുണ്ട്. അപ്പം അതിനിടയിൽ ഷാനാൻ്റെ ബാഗ് നോക്കാൻ നിന്നു കേട്ടോ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഞാനൊരു സ്പൂണ് ഉപ്പ് കൂടി ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാനിനി എന്താ പറയുക, നമ്മുടെ മീൻ ആഡ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 1/2 kg മത്തി ഉണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലോട്ട് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഉപ്പ് കുറവാണെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി കുക്കായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കിനും കുറച്ച് വെള്ളമൊക്കെ വറ്റും ചെയ്യും കേട്ടോ. എൻ്റെ പൂള വിട്ടൊരു കളിയില്ല കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും മീൻകറി ഉള്ള കാരണം നമുക്ക് കുറച്ച് പൂള എടുത്ത് പുഴുങ്ങി വെക്കാമെന്ന് വിചാരിക്കുന്നു. എന്താണ് അന്ന് വാങ്ങിച്ചത് ഇത്തിരി നല്ല പുളയായിരുന്നു കേട്ടോ. ഇതെന്താ അത് അറിയില്ല. നമുക്കിത് കുക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ സ്വഭാവം അറിയുള്ളൂ. ഇനി ഇതിൽ നിന്ന് പിന്നെ കുറച്ചായിട്ട് മാറ്റി വെക്കുന്നില്ല. ഇനിയിപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ച് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഇത് ഫുള്ളായിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം കളറ് മാറിയതൊക്കെ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കളയും കേട്ടോ. ഇത് ഷോപ്പിൽ നിന്ന് തന്നെ ഞാനിങ്ങനെ ചെറുതായി കട്ട് ചെയ്യിപ്പിച്ചതാണ്. നമ്മൾ ഈ കവറിലിങ്ങനെ പൊങ്ങി നിൽക്കില്ലേ, അതിന് വേണ്ടിയിട്ട്. അപ്പം അതും കൂടെ അങ്ങോട്ട് കുക്ക് ചെയ്താൽ നമുക്ക് മീൻ കറിയും കൂട്ടി കുശാലായി. ഇതിങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പീസാക്കിയാൽ വേഗം നമുക്ക് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 3 വിസിലാണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കാറ്. കണ്ടില്ലേ, അത്ര പീസായിട്ടാണ് കേട്ടോ ഞാൻ കുക്കറിലിട്ട് കൊടുക്കാറ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിൻ്റെ
ഉപ്പും വെള്ളം വെച്ചിട്ട് ഒരു 3 വിസിൽ. അപ്പോഴേക്കും നമ്മുടെ പൂള കുക്കായി. അതിന് മുന്നേ ഇതാ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ തൊലി കളയുന്ന സമയത്തുള്ള മണ്ണും കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫൈനലി കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണയിട്ട് ചെറിയ ഉള്ളി ചെറിയ പീസായി കട്ട് ചെയ്ത് കൂടെ മൂപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടെ കറിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻകറി എത്രത്തോളം ഇരിക്കുന്നോ അത്രത്തോളം എന്താ പറയുക നന്നായി വരിക എന്നാണ് കേൾക്ക്. അപ്പോൾ അത് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് സെറ്റാവും കേട്ടോ ഇരുന്നിട്ട്. ഏകദേശം 12:30 മണിയായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറിയും സെറ്റായി. മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പൂളയുടെ കാര്യം പറഞ്ഞിരുന്നു. മാഷാ അല്ലാഹ് നല്ല സെറ്റ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇതറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കണ്ടോ ഈ കത്തി വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുക്കാം. കണ്ടോ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പൂളയും മീൻകറിയും. ഇത് മാത്രമല്ല കേട്ടോ, ചോറും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. എണ്ണത്തിന് ഹാളിൽ കൊണ്ടുപോയിട്ട് കളിക്കാനെത്തി കൊടുത്തതാ. നട്ടുച്ച സമയത്ത് വെയിലത്ത് ഇറങ്ങി നോക്ക്. ഞാൻ അവിടെ കൊണ്ടുവന്നില്ല, അപ്പൊ അവള് അങ്ങോട്ട് തന്നെ പറഞ്ഞപ്പോ ഞാനും കൊണ്ടുവന്നു. എന്തൊരു വെയില ചാന. പിന്നെ ഇവിടെ നമ്മുടെ ഒരു മേലതാ അപ്പുറത്തെ തൊടിയിലെ മരത്തിൻ്റെ കുറച്ച് തണലും കാര്യങ്ങളുണ്ട്. എന്നാലും കാറ്റ് ഇത്തിരി ചൂടായിട്ടാണ് വരുന്നത്. മിനുസേ വാ കുളിക്ക. വരൂല. അപ്പം ഏകദേശം 12 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വ്ളോഗുമായിട്ട് വരുന്നത് വരേക്കും. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ കളിക്കുന്ന കണ്ടില്ല പുറത്ത്. വെയിലൊന്നുമില്ല, പക്ഷെ കാറ്റടിക്കുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ നല്ലൊരു മഴ കിട്ടി കേട്ടോ. അത് വീഡിയോൻ്റെ ഇൻട്രോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ലൊരു അടിപൊളി മഴ. അപ്പോൾ നൈറ്റ് വലിയ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇനി മിന്നൊരു കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. മറ്റേത് രാവിലെ കുളിയൊക്കെ കഴിയുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ പോയി ഉച്ചയ്ക്ക് ആവാനായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അവരെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഉറങ്ങേണ്ട സമയമാണ് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ലൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും. ബൈ.